Recording in progress. ഇന്നത്തെ പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 1 Corinthians chapter 3 verses 6 6-ാം വാക്യം വായിക്കാം. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. I planted, Apollos watered, but God gave the growth. ബോൺ അഗെയിൻ ആയി കഴിയുന്ന ഒരു ദൈവവൈതൽ വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. Everyone shall grow in their spiritual life. ഇത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. നമ്മെ വളർത്തുന്ന ഒരു ദൈവം. സ്തോത്രം. അപ്പൊ ദൈവം നമ്മെ കുറിച്ച് കാണാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ബോൺ അഗെയിൻ ആയി എന്നെ നിങ്ങളെ കുറിച്ച് കാണുവാൻ ആഗ്രഹിക്കുന്നത് അനുദിനം നമ്മൾ വളരുന്നവരായി തീരണം. We have to grow in spirit. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ ഉള്ളത്തിലും ആഗ്രഹമുണ്ട്, കർത്താവ് എനിക്കും ആത്മാവിൽ വളരണം. I want to grow in spirit. ഈ ഭൂമിയിലുള്ള വളർച്ച 6 അടി മണ്ണിൽ അവസാനിക്കുമ്പോൾ ആത്മീയ വളർച്ച ആമേൻ 6 അടി മണ്ണിനെ ഭേദിച്ചുകൊണ്ട് ഒരു പുനരുത്ഥാനത്തിന്റെ അനുഭവമായി മാറുകയാണ്. അപ്പൊ ദൈവത്തിന്റെ ആഗ്രഹം നിങ്ങളുടെ ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ടെന്നോ, എത്ര ശരീരം ഉയരമുണ്ടെന്നോ, അല്ലെങ്കിൽ എത്രത്തോളം ഭൗതിക നിങ്ങൾ നേടിയെന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞാനും നിങ്ങളും അനുദിനം വളരുന്നത് കാണാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഡേ ബൈ ഡേ we have to grow in spirit. നമ്മൾ വളരണം. ഭൗതികത്തിൽ നമുക്ക് എല്ലാം ആഗ്രഹമുണ്ട്. ഓരോ ദിവസം കഴിയുന്നതോറും ഞാൻ ഉയർച്ച പ്രാപിക്കണം. അതിനേക്കാൾ ഉപരിയായി in spiritual life we have to grow in Christ. ക്രിസ്തുവിൽ വളരുന്നവരായി മാറണം, ആത്മാവിൽ വളരുന്നവരായി മാറണം. സ്തോത്രം. അതിന്റെ 7-ാം വാക്യം വായിച്ചേ, 3:7 എന്ന് വായിച്ചേ. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. വളരെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാക്ക് ആണിത്. പല സഭകളിലും പല ദൈവദാസന്മാരും ഇങ്ങനെ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. എത്ര പേരെ ഞാൻ വളർത്തി, എന്റെ കൈക്കീഴിൽ എത്രയോ പേരെ ഞാൻ ആത്മാവിൽ വളർത്തി. വചനം പറയുന്നു, ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും നിന്നെ ആത്മാവിൽ വളർത്തുവാൻ കഴിയുകയില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ കർഷകരോട് ചോദിച്ചാൽ ഒന്നും വേണ്ട, വീട്ടിൽ ഒരു ചെടി നടുന്ന സഹോദരൻ ചോദിച്ചാൽ ഒരു പക്ഷെ ഒരു വിത്തായിരിക്കും പാകുന്നത്, അല്ലെങ്കിൽ ചെറിയൊരു കമ്പായിരിക്കും കുഴിച്ചു വെക്കുന്നത്. അതിന് വളവും വെള്ളവും കൊടുക്കുന്നല്ലാതെ അതിനെ വലിച്ചു നീട്ടാനോ, അതിന് ഇത് പൊട്ടിക്കുവാനോ, അതിന് നാമ കൊടുക്കാനോ ഇന്ന് വരെയും ഒരു കർഷകനോ അല്ലെങ്കിൽ ഒരു പൂന്തോട്ടക്കാരനോ കഴിയുന്നില്ല. സ്തോത്രം. എന്ന് പറഞ്ഞതുപോലെ എന്നെ നിന്നെ ക്രിസ്തുവിൽ വളർത്തുവാൻ ദൈവത്തിനല്ലാതെ വേറെ ആർക്കും കഴിയുകയില്ല. എന്നാൽ സഭയുടെ ഉത്തരവാദിത്വം എന്താണ്? ഒരു ദൈവദാസന്റെ ഉത്തരവാദിത്വം എന്താണ്? നടുവാനും നനയ്ക്കുവാനുള്ള ഉത്തരവാദിത്വം മാത്രമാണ് ഈ ഭൂമിയിലെ മനുഷ്യരെ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്നത്. ഇത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. ഏതെങ്കിലും ദൈവദാസന്മാരുടെ പുറകെ സഞ്ചരിച്ചാൽ, അവരുടെ കൂടെ നടന്നാൽ ക്രിസ്തുവിൽ വളരുവാൻ കഴിയും. അവർ വളർത്തുമെന്ന് ചിന്തിക്കരുത്. വളരുമാറാക്കുന്നത് ദൈവം മാത്രമാണ്. അല്ലെ? 7-ാം വാക്യം വായിച്ചേ. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. സ്തോത്രം. വളരുമാറാക്കുന്ന ദൈവം. സ്തോത്രം. ഒരു കാര്യം ഓർക്കണം, നീ വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, നിന്നെ വളർത്തുവാൻ ദൈവം കാത്തിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എവിടെയാണ് വളർച്ച? എന്താണ് വളർച്ച? എങ്ങനെയാണ് എന്റെ പെർഫെക്ഷൻ എന്ന് ചോദിച്ചാൽ എഫേസ്യ ലേഖനം 4-ാം അധ്യായം 14-15 വാക്യം. എഫേഷ്യൻസ് 4:14 and 15. വളർച്ചയുടെ പെർഫെക്ഷൻ എന്താണ്? അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാനും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ക്രിസ്തു എന്ന തലയോളം എന്ത് ചെയ്യണം? വളരണം.
അതിന് ഇങ്ങനെ പറയുന്നു, യു ഷാൽ ബി പെർഫെക്റ്റ്ലി കണക്റ്റഡ് വിത്ത് ക്രൈസ്റ്റ്. നീ ഡിസൈഡ് ചെയ്യുന്നതല്ല സ്പിരിച്വൽ ഗ്രോത്ത്. എനിക്കിത് മതി എന്ന് പറയുവാൻ നിനക്ക് അവകാശമില്ല. ഇതാണ് ആത്മീയ വളർച്ചയെന്ന് ഡിസൈഡ് ചെയ്യാൻ നിനക്ക് വചനം അനുവദിക്കുന്നില്ല. യു ഷാൽ ബി പെർഫെക്റ്റ്ലി കണക്റ്റഡ് വിത്ത് ക്രൈസ്റ്റ്. ആ കണക്ഷൻ വരാതിരിക്കുവാൻ നിന്നോട് പോരാടുന്ന ശക്തി എന്തെന്നാണ് 14-ാം വാക്യം വായിച്ചിരിക്കുന്നത്. വായിച്ചേ. എഫേസ്യർ 4:14. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും നീ മനുഷ്യനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, നീ മനുഷ്യന്റെ അരികിൽ ചെന്ന് കഴിഞ്ഞാൽ, നീ ഒരിക്കലും ക്രിസ്തുവുമായി പെർഫെക്റ്റ്ലി കണക്റ്റഡ് ആകുകയില്ല. അടുത്ത വായിച്ചു. മനുഷ്യന്റെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ. ദൈവത്തിന് അടിസ്ഥാനവും ദൈവത്തിന് ഉപദേശങ്ങളും ദൈവത്തിൽ പറഞ്ഞിരിക്കുന്ന സ്വർഗീയ അനുഭവങ്ങളും മനുഷ്യനിലൂടെ പ്രാപിക്കുവാൻ മനുഷ്യൻ അത് തെറ്റിച്ച് കളഞ്ഞ് ഉപായങ്ങളും തന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം വളർച്ചയ്ക്കും സ്വന്തം ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി വചനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറയുന്നു, ക്രിസ്തുവിന്റെ തലയോളം വളരണമെങ്കിൽ ആമേൻ നീ വളരുമാറാക്കുന്ന ദൈവവുമായി ബന്ധപ്പെട്ടേ മതിയാകുകയുള്ളൂ. നീ ഏത് സഭയിൽ പോയാലും, നീ ഏത് പ്രാർത്ഥന കൂടിയാലും, നീ ഏത് ദേവദാസന്റെ കൈക്കീഴിൽ മുന്നോട്ട് യാത്ര തിരിച്ചാലും, സ്വർഗീയ പിതാവുമായി നിനക്ക് ബന്ധമില്ലെങ്കിൽ നിനക്ക് ആത്മീയ വളർച്ചയില്ല. ഇതാണ് വചന സത്യം. അതുകൊണ്ടാണ് പരസ്യമായി ഞാൻ പറയാറുണ്ട്, എന്റെ പിന്നാലെ നിങ്ങൾ വരരുത്, എന്നെ നിങ്ങൾ വിശ്വസിക്കരുത്. സ്തോത്രം. ഞാൻ നിങ്ങളെ ചതിക്കും, ഞാൻ നിങ്ങളുടെ ഉപായങ്ങളുടെ ചതികൾ നിങ്ങളെ വഞ്ചിക്കും, നിങ്ങളെ നാശകരമായി കുഴിയിലേക്ക് തള്ളിയിടും. എന്നാൽ ഞാൻ സേവിക്കുന്ന ഒരു പിതാവുണ്ട്, അവനിലേക്ക് നിങ്ങൾ എത്തിച്ചേരുമ്പോൾ ഒരു നാൾ തള്ളിക്കളയാതെ അവൻ ആഗ്രഹിക്കുന്ന ക്രിസ്തുവിന്റെ തലയോളം വളർത്തുന്നവൻ ഇന്ന് വൽക്കാലം നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നീ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എന്താ എത്ര മധ്യസ്ഥന്മാരെ വിട്ടിറങ്ങിക്കൊണ്ട് ഇറങ്ങി വന്നത്, എത്ര മുക്കോടി ദൈവത്തെ വേണ്ടിയിട്ട് ഇറങ്ങി വന്നത്. ഇനി നീ പിതാവുമായുള്ള ബന്ധത്തിൽ ഒരു മധ്യസ്ഥനും വേണ്ട. ഏത് മധ്യസ്ഥൻ ക്രിസ്തു തലയോളം വളരുവാൻ നിനക്ക് പിതാവുമായി ഡയറക്റ്റ് ബന്ധമുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ക്രിസ്തുവിൽ വളരുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. അതിനാവശ്യമായ എല്ലാ പോഷകങ്ങളും ദൈവം അനുദിനം നിന്റെ മേൽ പകർന്നുകൊണ്ടേയിരിക്കും. നിനക്ക് എന്തെല്ലാം പോഷകങ്ങൾ ആവശ്യമാണോ അതെല്ലാം ദൈവം നിന്റെ മേൽ പകർന്നുകൊണ്ടിരിക്കും. ലൂക്കോസ് 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. വായിച്ചേ. Luke chapter 2 verse 40. സക്കറിയാവിന്റെ വീട്ടിലെത്തി 2-ാം വാക്യം. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു. വളരുന്ന ഒരു പൈതലിൽ ദൈവം പകരുന്ന പോഷകങ്ങൾ കണ്ടോ. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു. സ്വർഗീയ ജ്ഞാനമെന്ന പോഷകം നിന്റെ ഉള്ളിൽ ദൈവം പകരും. ആത്മാവിൽ ബലപ്പെട്ടു, heavenly power ദൈവം നിന്റെ മേൽ പകരും. ദൈവകൃപയും അവന്മേലുണ്ട്. The grace of God, ദൈവകൃപ നിന്റെ മേൽ പകരും. എന്തിനു വേണ്ടി അറിയാമോ? ക്രിസ്തുവിന്റെ തലയോളം നീ വളരുവാൻ. ദൈവിക ജ്ഞാനം നീ പ്രാപിക്കണം. Don't follow the teaching of a church. Don't follow the teaching of a man. അത് തന്ത്രങ്ങളാ, ഉപായങ്ങളാ, ചതിക്കൂട്ടുകളാ. Come to your father. ദൈവിക ജ്ഞാനം നീ പ്രാപിക്കണം. ദൈവിക ശക്തി നീ പ്രാപിക്കണം. ദൈവ കൃപയാൽ നീ നിറയപ്പെടണം. ഈ കൃപയും ജ്ഞാനവും ശക്തിയും പ്രാപിക്കണമെങ്കിൽ ദൈവവുമായി നീ ബന്ധപ്പെടണം. സഭയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം make each and everyone to get connected with the Holy Father. ആ സ്വർഗീയ പിതാവുമായി ക്രിസ്തുവിന്റെ തലയുമായി സോക്കറ്റിൽ അവൻ ചേരുന്നത് പോലെ കണക്ട് ആയി കഴിയുമ്പോൾ നീ വിജയിച്ചു. ദൈവവേദനെ സ്തോത്രം. കാലത്തെ വളർന്നിട്ട് മതിയെന്ന് നീ പറയരുത്. അരയോളം വളർന്നിട്ട് മതിയെന്ന് പറയരുത്. നീന്തിട്ടല്ലാതെ നടപ്പാൻ വയ്യാത്ത ആ തലയോളം നീ വളരണം. സ്തോത്രം. ആ വളർച്ചയിലാണ് നീ യഥാർത്ഥ ദൈവവേദനായി മാറുന്നത്. Praise God. Praise God. വളരുവാനുണ്ട്. നീ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ.
ഒരു കുഞ്ഞ് ജനിച്ച ശേഷം ആ കുഞ്ഞ് എഴുന്നേൽക്കുന്നില്ല, സംസാരിക്കുന്നില്ല, വളരുന്നില്ല, കമന്ന് വീഴുന്നില്ല. ആമേൻ. നിങ്ങൾ ആഗ്രഹിക്കുന്ന വളർച്ചകൾ സംഭവിച്ചില്ലെങ്കിൽ എത്ര മാതാപിതാക്കൾ എന്ന പകരം സന്തോഷിക്കും? ദോഷികളായി നിങ്ങൾക്ക് അത്രയും ദുഃഖമുണ്ടെങ്കിൽ എന്റെ സ്വർഗസ്നായ പിതാവിനെ എത്രയധികം. ദൈവത്തിന് മഹത്വം കരയറ്റുക. ദൈവത്തിന് സ്തോത്രം. ഒന്നെനിക്കറിയാം, ക്രിസ്തുവിൽ ഇറങ്ങി വന്നവർക്ക് ഒരു ആഗ്രഹമുണ്ട്, എനിക്ക് ക്രിസ്തുവിൽ വളരണം. അവരിറങ്ങുമ്പോൾ അവരുടെ ആഗ്രഹം അതായിരുന്നു. എന്നാൽ ആഗ്രഹത്തെ കെടുത്തി കളയുന്ന ശക്തികൾ ആരംഭം മുതൽ പോരാടിക്കൊണ്ടേയിരുന്നു. സ്തോത്രം. ഇന്ന് പകൽ ദൈവാത്മാവിനോട് സംസാരിക്കുമ്പോൾ ഒരേ ഒരു ആഗ്രഹം, നീ ക്രിസ്തുവിൽ വളരുന്ന ഒരു ദൈവത്തിനായി വളരണം. ഗ്രോയിങ് ബിലീവർ, വളർന്നുകൊണ്ടേയിരിക്കണം. ക്രിസ്തുവിന്റെ തലയോളം വളരണം. സ്തോത്രം. എങ്ങനെ വളരാൻ കഴിയും? നമ്മുടെ ചില ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റിയാൽ മതി. ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. ചില മനോഭാവങ്ങൾ മാറ്റാമെങ്കിൽ നിനക്ക് വളരുവാൻ കഴിയും. ഈ മനോഭാവങ്ങൾ സഭകളെ മുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മനോഭാവങ്ങൾ വിശ്വാസികളെ മുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽ നിന്റെ മനോഭാവം മാറ്റുവാൻ വേണ്ടി, ഈ വചനം കേൾക്കുന്ന മനോഭാവം മാറ്റുവാൻ വേണ്ടി ദൈവാത്മാവ് വളരുവാൻ ആഗ്രഹിക്കുന്നുള്ള വലിയ സത്യം നിങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ തുടർന്ന് കേൾക്കുവാൻ ഇടയായി തീരണം. സ്തോത്രം. ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായം 6-ാം വാക്യം. എന്താണ് നമ്മളിൽ മാറേണ്ട മനോഭാവങ്ങൾ? അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോട് വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടുതീയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. കടുകുമണിയോളം വിശ്വാസം. ലൂക്ക് 17:6 ആണ് നമ്മൾ വായിച്ചത്. നിങ്ങളിൽ വരേണ്ട ഫസ്റ്റ് ആറ്റിറ്റ്യൂഡ്, മനോഭാവം എന്ന് ചോദിച്ചാൽ, നീ ആദ്യം ഒന്ന് വിശ്വസിക്ക, എനിക്ക് വളരുവാൻ കഴിയുമെന്ന്. പലരുടെയും ചിന്ത എന്തെന്നറിയാമോ? എനിക്ക് കഴിവില്ല, ജ്ഞാനമില്ല, അറിവില്ല, എന്റെ സാഹചര്യം മോശമാ. ഇത് അവർക്കുള്ളതായിരിക്കും, എനിക്കുള്ളതല്ല. ഞാനിങ്ങനെ വിശ്വാസിയായി ഇങ്ങനെയൊക്കെ പോകത്തേ ഉള്ളൂ എന്ന് ചിന്തിക്കുക. നീ ചെയ്തിയുടെ ഒന്നാമത്തെ മനോഭാവം, പത്രോസിനെയും പൗലോസിനെയും അവൻ ശ്രേഷ്ഠ അപ്പസ്തലന്മാരെ ഉപയോഗിച്ച പരിശുദ്ധാത്മാവ് ഇന്നും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അവനേക്കാൾ ശക്തമായി ദൈവത്തിനെ ഉപയോഗിക്കാൻ കഴിയും. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഫസ്റ്റ് ബിലീവ് യുവർസെൽഫ്. എന്താണ് ബിലീവ് ചെയ്യുന്നത്? എന്നെ ഒരു വലിയ കർത്തവ്യത്തിനായി കർത്താവ് വിളിച്ചിരിക്കുന്നു. വഴിയെ നടന്നുപോയവരെ തമാശയ്ക്ക് വിളിച്ചതല്ല, ഒരു വലിയ അനുഭവത്തിനായി എന്നെ വിളിച്ചിരിക്കുന്നു. അത് പൂർത്തീകരിക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. എന്നിൽ വരേണ്ട പ്രവൃത്തികൾ, എന്നിൽ വരുന്ന നന്മകൾ എന്നിൽ വരുമെന്ന് ഈ പകൽക്കാലം ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവത്തിനെ വളർത്തുവാൻ പോവുക, തന്റെ ഇഷ്ടത്തിന് എടുക്കുവാൻ പോവുക. ആമേ, നീ ചോദിച്ചതിനപ്പുറമായി ഒരു കഴുതയുടെ അതിനെ തുറക്കുവാൻ കർത്താവിന് കഴിയുമെങ്കിൽ എത്ര അധികമായി ദൈവത്തെ നിന്നെ എന്നെ ഉപയോഗിക്കാൻ കർത്താവിന് കഴിയും. സ്തോത്രം. കടുകുമണിയോട് വിശ്വാസം. ഇന്ന് വിശ്വസിക്ക്. യെസ്, കടുകുമണിക്ക് എന്തുകൊണ്ട് വിശ്വസിക്കാൻ? കയ്യിൽ എടുക്കാൻ പോലും പറ്റുകയില്ല. താഴെ പോയ പിന്നെ കാണത്ത് പോലും ഇല്ല. ഇനി അത് പൊട്ടിത്തെറിച്ചാലും എത്രയും പൊട്ടിത്തെറിക്കും. ഇതിനൊക്കെ ഒരു പരിധിയില്ലേ? ഇതാ ശത്രു പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ വചനം എന്താ പറയുന്നത്? മാർക്ക് ചാപ്റ്റർ 4:30-32 വായിച്ചു. മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം 30 മുതൽ 32 വാക്യങ്ങൾ. കടുകുമണി വിശ്വസിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ദൈവരാജ്യത്തെ എങ്ങനെ ഉപമിക്കേണ്ടു? ഏത് ഉപമയാൽ അവനെ വർണ്ണിക്കേണ്ടു? അത് കടുകുമണിയോട് സദൃശ്യം. നിർത്തിക്കേ. കടുകുമണി is equal to kingdom of God. എന്ത് മനസ്സിലായി?
ഈ രാജ്യം നിന്നിൽ വന്നു കഴിഞ്ഞാൽ കടുകുമണിയെ നീ അസാധാരണ വ്യക്തിത്വമായി മാറുകയാണ്. I want to compare you with the kingdom of God. നിന്നെ ദൈവരാജ്യത്തിന്റെ പൈതലായി ഈ ഭൂമിയിൽ വർണ്ണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാഹചര്യം മോശമാ, ആരോഗ്യം മോശമാ, എന്റെ ഇന്നത്തെ അവസ്ഥ മോശമാ, ഒന്നിനും കൊള്ളാത്തതാ ഞാൻ, എടുത്ത് കളയപ്പെടുന്ന ഞാൻ. പക്ഷേ നിന്നെ ഞാൻ ദൈവരാജ്യത്തോട് ഓർമ്മിക്കുന്നു. അടുത്ത വാക്യം, അതിനെ മണ്ണിൽ വിതയ്ക്കുമ്പോൾ, മണ്ണിൽ വിതച്ചപ്പോൾ ഭൂമിയിലെ എല്ലാ വിത്തിലും ചെറിയത്, എല്ലാ വിത്തിലും ചെറിയത്, the smallest, the tiniest. എന്നിട്ട് എങ്കിലും വിതച്ച ശേഷമോ വളർന്ന് സകല സസ്യങ്ങളിലും, oh thank you Lord, thank you Lord, we thank you Lord. വളർന്ന എല്ലാ സസ്യങ്ങളെക്കാളും വലിയതായി തീർന്നിരിക്കുന്നു. ഇന്ന് പകൽ കൂടി വിശ്വസിക്കുന്ന നിന്നോട് ദൈവാത്മാവ് പറയുന്നു, ഇന്നത്തെ അവസ്ഥയല്ല, നിന്നെ കുറിച്ചുള്ള പദ്ധതി വലിയതാ. ഇന്ന് പകൽ നീ ഒന്ന് വിശ്വസിക്കുമെങ്കിൽ അവൻ വളരുമാറാക്കുന്ന ദൈവം നിന്നെ രാജ്യങ്ങളിലും ദേശങ്ങളിലും കുടുംബങ്ങളിലും ദൈവഹിതപ്രകാരം ഉപയോഗിക്കുമെന്ന് ശക്തമായ ദൈവാത്മാവ് ദൂത് പറയുകയാണ്. കയ്യിലെടുത്തപ്പോൾ ചെറുതായിരുന്നു, വിതച്ച ശേഷമോ എല്ലാ സസ്യങ്ങളെക്കാളും വലിയതായി തീർന്ന സ്തോത്രം. ആരാണ് ചെയ്തത്? വളരെ മാറാക്കിയ ദൈവം. സ്തോത്രം. സസ്യമായപ്പോഴാ ഇത്രയും വലുതാകുമെന്ന് ആട്ടാനറിഞ്ഞെങ്കിൽ നിന്നെ കരങ്ങളെടുക്കുമ്പോൾ തന്നെ ദൈവത്തിനറിയാം നീ ഇത്രത്തോളം വലിയതാകുമെന്ന്. സ്തോത്രം. ആമേൻ. Don't degrade yourself. മനസ്സിലാക്കുന്ന ദൈവത്തെ സ്തുതിക്കുക. ആമേൻ. ആമേൻ. നീ വിശ്വസിക്കുക, ദൈവം നിന്നെ വളർത്തുവാൻ പോകുന്നു, ദൈവം നിന്നെ ഉയർത്തുവാൻ പോകുന്നു, ദൈവം നിന്നെ മാനിക്കുവാൻ പോകുന്നു. നീ ചോദിക്കുന്ന പൊസിഷനില്ലേ, അതിന് മുകളിലായ ഒരു പൊസിഷനിലേക്ക് ദൈവാത്മാവ് നിന്നെ നടത്തുവാൻ പോകുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ നീ വിശ്വസിക്കേണ്ടത് അറിയാമോ? ജനസിസ് 49:20-22 വായിച്ചേ, പെട്ടെന്ന് വായിച്ചു തരാം. നീ വിശ്വസിക്കേണ്ടതാണ്. യോസേഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ. അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എയ്തു അവനോട് പൊരുതു. അവന്റെ വില്ല ഉറപ്പോടെ നിന്നു, അവന്റെ ഭുജം യാക്കോബിൻ വല്ലഭന്റെ കൈയാൽ ബലപ്പെട്ടു. ഇടത്തും വലത്തും കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ആത്മീയ കോണത്തിൽ നിന്നും ആമേ വില്ലാളികളോട് പൊരുതിക്കൊണ്ടേയിരുന്നു, നിന്നോട് പൊരുതിക്കൊണ്ടേയിരുന്നു. നിന്നെ മുന്നോട്ട് വിടുകയെന്ന് പറഞ്ഞു, നിന്നെ അധികാരിയാക്കത്തില്ലെന്ന് പറഞ്ഞു, നിന്നെ മ്ലേച്ഛകരമായ കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞു, നിന്നെ കാരാഗ്രഹത്തിൽ ഇടുമെന്ന് പറഞ്ഞു. അവൻ വില്ലാളികൾ പൊരുതി. എന്നാൽ ജോസഫ് ഫലപ്രദമായ വൃക്ഷമായതുകൊണ്ട്, വിശ്വാസത്തിന്റെ വീരനായതുകൊണ്ട്, അവൻ യേശുവിൽ വിശ്വസിച്ചതുകൊണ്ട്, അവൻ കർത്താവിൽ വിശ്വസിച്ചതുകൊണ്ട് അവയെ തടഞ്ഞു വെച്ച മതിലിന്റെ മേൽ പടരുന്ന ഒരു സ്വർഗീയ അനുഭവമായി ജോസഫ് മാറി. ആരെല്ലാം പൊരുതിയാലും ദൈവം നിന്നെ മാനിക്കും, ദൈവം നിന്നെ വളർത്തും, ദൈവം നിന്നെ ഉയർത്തും. സ്തോത്രം. നീ വിശ്വസിക്കേണ്ടതാ. ഏത് മതിൽ കെട്ടിക്കൊട്ടെ, ഏത് അമ്പുകൾ എഴുതുകൊട്ടെ, ആരുടെ നിന്ദാവാക്ക് പറഞ്ഞുകൊട്ടെ, അതിന്റെ മേൽ പടരുന്ന അവരെ മൂടി മറയ്ക്കുന്ന ഒരു ഉയർച്ച ദൈവത്തിലേക്ക് തരുവാൻ പോവുകയാണ്. സ്തോത്രം. ആമേൻ. യെശയ്യാവ് 6:13 വാക്യം വായിച്ചേ. യെശയ്യാവ് 6:13 വാക്യം. സ്തോത്രം. അതിലൊരു ദശാംശമെങ്കിലും ശേഷിച്ചാൽ അത് വീണ്ടും നാശത്തിനിരയായിത്തീരും. എങ്കിലും കരിമരവും കരുവേലകവും വെട്ടിയിട്ടാൽ അവയുടെ കുറ്റി ശേഷിച്ചിരിക്കുന്നത് പോലെ വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിക്കും. നിന്നെ വെട്ടി 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 നിന്നെ വെട്ടി 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 എല്ലാം ഇല്ലാതാക്കിയെന്ന് ലോകം സാക്ഷ്യപ്പെടുത്തിയാലും മണ്ണിലടിയിൽ മറഞ്ഞിരിക്കുന്ന കുറ്റിയിൽ നിന്ന് ഒരു പുതുനാമ്പ് കിളിപ്പിച്ച് നിന്നെ വളർത്തുന്ന ഒരു ദൈവം നിന്നെ ഒരു നാൾ കൈവിടില്ലെന്ന് നീ വിശ്വസിക്കണം. ആമേൻ, ആമേൻ. എത്ര വെട്ടാതികൊണ്ടത് അവൻ വെട്ടി വെട്ടി ഇപ്പോഴത്തായി വിശുദ്ധ കുറ്റിയായി ശേഷിച്ചു. കുറ്റിയുടെ മേളിൽ മണ്ണിട്ട് ലോകം സന്തോഷിച്ചു പറഞ്ഞു, ഇവൻ അവസാനിച്ചു. ഇവൻ അവസാനിച്ചു, മടങ്ങിപ്പോയി. ഇതാ നോക്കിയേ, ദൈവത്തിന്റെ പ്രവൃത്തി മണ്ണിൽ പ്രവർത്തിക്കുന്നു. ആ വിശുദ്ധ സന്തതിയുടെ കുറ്റിയിൽ നിന്ന് പുതുനാമ്പുകൾ കേൾക്കുന്നു. സ്തോത്രം.
ദൈവാത്മ പറയുന്നു, നിങ്ങളിൽ നിന്നും നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും പുതിയ ആത്മാക്കളെ ദൈവസഭയിൽ കൊണ്ടുവരാൻ പോകുകയാണ്. നിങ്ങളുടെ പ്രവർത്തനത്തിലൂടെ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിലൂടെ, നിങ്ങളുടെ ആത്മമണ്ഡലത്തിലൂടെ പുതുനാമ്പുകളെ, പുതിയ ആത്മാക്കളെ അവർ ദൈവരാജ്യത്തിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോകുക. അവർ വെട്ടേക്കുന്നതും അവർ തകർന്നതും ഇല്ലാതാക്കിയതും അനേകർക്ക് ജീവൻ കൊടുക്കാൻ വേണ്ടിയാണ്. അവർ വിളിച്ചു പറഞ്ഞതുപോലെ നിന്റെ വെട്ടിയതും തകർന്നതും എല്ലാം അനേകരുടെ ജീവന് വേണ്ടിയാ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടുത്തെ പ്രത്യേകത അറിയാമോ? ഇനി വരുന്ന പുതുനാമ്പുകൾ വിശുദ്ധ സന്തതിയിൽ നിന്ന് മത്സരങ്ങളല്ല, പിന്മാറ്റക്കാരല്ല, പിറുപിറുപ്പുകാരല്ല, ദൈവത്തിനായി കീഴടങ്ങുന്ന അനുസരണമുള്ള ഒരു പുതുതലമുറ ദൈവസഭയിലേക്ക് ദൈവം നടത്തുവാൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. പുറപ്പാട് 15-22 മുതൽ വായിച്ചേ. എക്സോഡസ് 15:22 വായിച്ചേ. 22-25. അനന്തരം മോശെ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു. അവർ ശൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിൽ എത്തിയാറെ മാറയിൽ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് കൈപ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. അപ്പോൾ ജനം, ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവനത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. മൂന്നാമത് വിശ്വസിക്കേണ്ട കർത്താവേ, ഞാൻ വളർച്ച പ്രാപിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ മരുഭൂമിയിൽ നിൽക്കുക. എന്നെ ആരും കാണുന്നില്ല, എന്നെ ആരും ഉപയോഗിക്കുന്നില്ല. ഞാൻ വളരുന്നുണ്ടെങ്കിലും, ഞാൻ വളർച്ച പ്രാപിച്ചെങ്കിലും കർത്താവ് എന്നെ എന്തിനാ ഉപയോഗിക്കാത്തത്? എന്താണ് എന്നെ ഉപയോഗിക്കാത്തത്? എന്നെ അങ്ങ് തടഞ്ഞോ? എന്നെ അങ്ങ് മറന്നോ? ഇല്ലില്ല, സമയമായില്ല ദൈവത്തിലെ. സമയമാകുമ്പോൾ ലക്ഷോപലക്ഷം ജനത്തിന്റെ മുമ്പിലേക്ക് വരും. അവരുടെ കൈപ്പിനെ മധുരമാക്കി മാറ്റുവാൻ ഇതാ നിന്നെ ഞാൻ നാൾ മുമ്പേ നാട്ടിലിരിക്കുന്നു, അതിനെ വളർത്തിയിരിക്കുന്നു. ഞാൻ വളർത്തിയെങ്കിൽ അവൻ സമയമാകുമ്പോൾ നിന്നെ ഉപയോഗിച്ചിരിക്കും. വളർത്തിയെങ്കിൽ ഉപയോഗിച്ചിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ വിശ്വസിക്കുക. ഒന്നാം നീ വിശ്വസിക്കുക. യെസ്, എനിക്ക് വളരാൻ കഴിയും. കർത്താവ് എന്നെ വളർത്തും. ഞാനത് വിശ്വസിക്കുന്നു. വിദ്യാഭ്യാസമില്ലായിരിക്കാം, കഴിവില്ലായിരിക്കാം, ജ്ഞാനമില്ലായിരിക്കാം, ഒന്നുമില്ലായിരിക്കാം, പക്ഷേ ഞാൻ കടുകുമണിയെ പോലെ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നു. യെസ്, എന്റെ ദൈവം എന്നെ ഉപയോഗിക്കും. രണ്ടാമത് ചേഞ്ച് ചെയ്യേണ്ട ആറ്റിറ്റ്യൂഡ്. മത്തായി 13:23, മാത്യു 13:23. The second attitude, how to grow in Christ. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു. അത് വിളഞ്ഞ് 100, 60, 30 മേനി നൽകുന്നു. രണ്ടാമത് വരേണ്ട ആറ്റിറ്റ്യൂഡ് ഒരു നല്ല നിലമായി തീരുക. എന്താ അർത്ഥം? God, I will never allow anyone to manipulate my spiritual life. എന്ത് വന്നാലും എന്റെ ആത്മീയ ജീവിതം വിട്ട് കളഞ്ഞ് കോംപ്രമൈസ് ചെയ്യുവാൻ ഞാൻ ആരെ അനുവദിക്കുന്നില്ല. എന്റെ അപ്പുറമുള്ളവൻ പാടമുള്ള നിലമായിക്കോട്ടെ, എന്റെ ഇടത്തുള്ളവൻ മുള്ളുള്ള നിലമായിക്കൊള്ളട്ടെ, ഒരുത്തൻ വഴിയിലുള്ള നിലമായിക്കൊള്ളട്ടെ, പക്ഷേ ഞാൻ എന്നും നല്ല നിലമായി നിന്റെ മുമ്പാകെ നിൽക്കും. സ്തോത്രം. ഉദാഹരണം, ഭാര്യ പറയാ 9 മണിക്ക് വീട്ടിൽ കയറണം. ഭർത്താവ് പറയാ 9:05 എന്നാ ഭാര്യയുടെ പറയാ 9:09 പോകാം. നല്ല നിലമാണ് പറയും, ഇവിടെ കിടന്നു ഞാൻ പോവാൻ പറയും. എന്റെ ഭർത്താവിനെ, എന്റെ മക്കളെയോ ദൈവിക തീരുമാനത്തിൽ നിന്ന് എന്നെ പിന്മാറിപ്പോകാൻ ഞാൻ അനുവദിക്കത്തില്ല. നമ്മുടെ ഏറ്റവും ഇൻഫ്ലുവൻസ് എന്താണ്? നെഗറ്റീവ് എനർജിയാണ്. Who is the positive energy? നീ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഉണ്ടാവും. കർത്താവ് ആരും ഇല്ലെങ്കിലും ഞാൻ ഉണ്ടാവും. I will be there.
ഫോർ യു എന്ന് പറയുന്ന ആളുണ്ട്. സ്തോത്രം. പലരുടെയും റെസ്റ്റ് ഡേ ആണ് വെള്ളിയാഴ്ച. 6 ദിവസം ഡ്യൂട്ടി കടന്നു പോകും. 7ാം ദിവസം വിശ്രമ ദിനമാണ്. ഹല്ലേലൂയ. 6 ദിവസം പിന്നെ ക്ഷേമത്തോടെ നടത്തിയ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ദിനമാണ് 7ാം ദിനം. അന്നാണ് നീ എനർജിയോടെ രാവിലെ ചാടി എഴുന്നേൽക്കണം. സ്തോത്രം. Never allow anyone to manipulate. നിന്റെ സ്പിരിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ ദൈവത്തെ അല്ലാതെ ഒരു മനുഷ്യനെ നീ അനുവദിക്കരുത്. സ്തോത്രം. ബൈബിൾ വായിച്ചു അതൊക്കെ ഈ വയസ്സൻ. Never listen to that. ഞാൻ എഴുതും. എന്റെ ആത്മവളർച്ചയ്ക്ക് വേണ്ടി ഞാനത് ചെയ്യും. സ്തോത്രം. ഇൻഡിവിജ്വൽ ഡിസിഷനാണിത്. നല്ല നിലമായി തീരുക. ദൈവത്തിന് മഹത്വം. റോമൻസ് 8:38 വായിക്കുമ്പോൾ പൗലോസ് പറയുന്നു, അവിടെ കൃത്യമായി പറയുന്നു, റോമാലേഖനം 8-ാം അധ്യായം 38-39. റോമൻസ് 8:38 എന്ന് വായിച്ചേ. മരണത്തിനോ ജീവനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള എന്റെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എന്റെ അപ്പനോ അമ്മയ്ക്കോ എന്റെ ഭർത്താവിനോ ഭാര്യയ്ക്കോ എന്റെ മക്കൾക്കോ എന്റെ ബന്ധുജനത്തിനോ എന്റെ സഹപ്രവർത്തകർക്കോ ഭൂമിയിൽ ആർക്കോ ഏത് ആത്മീയ നേതാവിനോ ഒരു മനുഷ്യനും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുവാൻ കഴിയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഡിസിഷൻ ഉള്ളതിന് മാത്രമേ വളരുവാൻ കഴിയുകയുള്ളൂ. നല്ല തരമായി നിൽക്കുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ദാനിയേൽ 1-8 വാക്യത്തിൽ പറയുന്നു, ദാനിയേലിനെ രാജകൊട്ടാരത്തിൽ കൊണ്ടിട്ടപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് രാജകീയ ഭക്ഷണം വേണ്ട. വായിച്ചു 1-8 വായിച്ചേ. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും നോക്കിക്കേ, കൊട്ടാരത്തിലെ ആഹാരം ഇന്നത്തെ സഭയിലാണ് ദാനിയേൽ ഉണ്ടായിരുന്നെങ്കിൽ ദാനിയേൽ എന്ന് പറഞ്ഞിട്ട് ദൈവനെ ഉയർത്തി, ഞാൻ സാധാരണ കുടിൽ ജനിച്ച എന്നെ ദൈവം കൊട്ടാരത്തിലാക്കിയിരിക്കുന്ന സ്തോത്രം. കരവേൽത്ത് ദൈവത്തെ സ്തുതിക്കാമെന്ന് പറയും. ദാവീദ് പറഞ്ഞു, കൊട്ടാരത്തിലെത്തി എനിക്ക് രാജീയ ഭോജനം വേണ്ട. വായിച്ചേ. അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും അവിടുത്തെ വീഞ്ഞ് എനിക്ക് വേണ്ട, തന്നെത്താൻ അശുദ്ധമാക്കിയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. I will not defile myself. ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കുവാൻ വിട്ടുകൊടുക്കില്ലെന്ന് ദാനിയേലിനോട് 4-ാം പ്രവാചകൻ ദൂതല്ല പറഞ്ഞത്. ദാനിയേൽ സ്വയം തീരുമാനിച്ചു. നമ്മൾ പ്രാർത്ഥനയ്ക്കകത്ത് പോകുന്നത് എങ്ങനെ? അവനെ കണ്ടില്ലേ, ഇവനെ കണ്ടില്ലേ, അവനെങ്ങനല്ലേ, ഇവരിങ്ങനല്ലേ, പ്രാർത്ഥിക്കുന്നവരല്ലേ, അവൻ കള്ളനല്ലേ, ഇവൻ കള്ളനല്ലേ, നിന്നെ വിളിച്ച കർത്താവോ? അവൻ കള്ളന്മാർ നടുവിൽ തൂക്കപ്പെട്ട നല്ലവനായ കർത്താവ്. സ്തോത്രം. എന്താ കാണിച്ചു തന്നത്? കള്ളന്മാർ നടുവിലും ദൈവം നടക്കുമെന്ന് യേശുവിന്റെ കർത്താവ് കാണിച്ചു തന്നു. ഈ ആത്മീയത നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കള്ളന്മാർ നടുവിൽ നീ കർത്താവിനെ പോലെ തീരുമാനമുള്ളവനായി നിലകൊള്ളണം. സ്തോത്രം. ഒരു ശക്തിക്കും എന്റെ ആത്മീയ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ കഴിയില്ലെന്ന് ഞാൻ സ്വയം തീരുമാനിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് 13:24 വായിക്കണ്ട. ഗോതമ്പ് വിതച്ചു വായിച്ചത് 13:24 വായിച്ചേ. മനുഷ്യൻ ഉറങ്ങിയപ്പോൾ ശത്രു വന്ന് തീർന്നു. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശം. നല്ല വിത്ത് വിതച്ചത് നല്ല വിത്താ. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ചു. കളയും വിതച്ചു. ഞാൻ വളർന്നു കതിരായപ്പോൾ കളയും കാണായി വന്നു. നോക്കിക്കേ, ഇപ്പൊ നല്ല നിലം പറയുക, നല്ല വിത്ത് വിതച്ചു. ഈ നല്ല നിലത്ത് കളയും ശത്രു വിതച്ചിരിക്കുന്നു. ഈ കള എനിക്ക് വേണ്ട, ഈ കള എനിക്ക് വേണ്ട, ഈ കള എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൻ
ബഹളമുണ്ടാക്കാൻ പോയില്ല. ഈ നല്ല നിലം മൗനമായി ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്താ നല്ല നിലം പ്രാർത്ഥിക്കാൻ കാരണം അറിയാമോ? ഈ നിലമൊന്ന് ഇളകിയാൽ കള മാത്രമല്ല ഗോതമ്പും തകർന്നു പോകും. സ്തോത്രം. ദൈവപ്രവൃത്തിക്കായി കാത്തിരുന്നു. സമയമായപ്പോൾ കള തീയിലേക്കും ആമേൻ ഗോതമ്പ് യജമാന്റെ കളപ്പുരയിലേക്കും ചെന്നു. സ്തോത്രം. നീ നല്ല നിലമായി ഇവിടെ നിന്നാൽ നീ കർത്താവിനോട് സന്നിധിയിൽ കാണുമില്ലെങ്കിൽ അഗ്നിക്കിരയാകുന്ന ആമേൻ തീപ്പൊയിലേക്ക് തള്ളിയിടുന്ന കൂട്ടത്തിൽ നീ ഞാനും കാണപ്പെടും. ദൈവത്തിന് സ്തോത്രം. ആരാണ് നല്ല നിലം? സെൽഫ് ഡിസിഷൻ. ഐ വിൽ നെവർ അലോ എനിവൺ ടു കൺട്രോൾ മൈ സ്പിരിച്വൽ ലൈഫ്. എന്റെ അപ്പൻ എന്ന് വിചാരിക്കും, എന്റെ അമ്മ എന്ന് വിചാരിക്കും, എന്റെ ബന്ധുക്കൾ എന്ന് വിചാരിക്കും, എന്റെ നാട്ടുകാരെന്ന് വിചാരിക്കും, ആരെന്ന് വിചാരിക്കും. നിന്റെ മൂക്കിൽ സൗജന്യമായി ശ്വാസം തരുന്നവൻ ഇപ്പോൾ വിചാരിച്ചാൽ നീ ഒരു ശവമായി താഴെ കിടക്കും. സ്തോത്രം. പിന്നെ ചിന്തിക്കുവാൻ നീയുമില്ല, നാട്ടുകാരുമില്ല, വീട്ടുകാരുമില്ല, സ്വന്തക്കാരുമില്ല. ഇപ്പോൾ ചിന്തിക്കുന്നതിന് കാരണം അറിയാമോ? നിന്റെ മൂക്കിലൂടെ സൗജന്യമായി ഉയർന്നിറങ്ങുന്ന ആ ശ്വാസം പിതാവ് നിനക്ക് നൽകിയത് കൊണ്ടാണ്. സ്തോത്രം. Praise the Lord. Hallelujah. നിന്നെ മത്സരിപ്പിക്കാൻ നോക്കും, നിന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കും, നിന്നെ കളങ്കപ്പെടുത്താൻ നോക്കും. നീ കളങ്കപ്പെടരുത്. അഴുക്കാടുന്നത് നീയട്ടെ, അഴുക്കാടട്ടെ. വിശുദ്ധനെയും സെൽഫ് നല്ല നിലമായി നിൽക്കാം, നല്ല നിലമായി നിൽക്കാം. അവൻ വീണാലും ഇവൻ ഓടിയാലും ഇവൻ തുള്ളിയാലും എന്റെ കർത്താവ് സന്നിധി ഞാൻ അനങ്ങുകയില്ല. സ്തോത്രം. ആമേൻ. ഒരു മനുഷ്യനെ ഞാൻ അനുവദിക്കില്ല എന്റെ ആത്മീയ തീരുമാനത്തിൽ ഇടപെടുവാനായി. അതിനൊരു പരിധി വെച്ചിരിക്കുക. എന്റെ അപ്പൻ അല്ലാതെ വേറെ ആരും, സ്വർഗീയ പിതാവല്ലാതെ ആരെയും ഞാൻ അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. സ്തോത്രം. മൂന്നാമത് പറഞ്ഞ വേദവസ്ഥ എബ്രായ ലേഖനം 6-7 വാക്യം. മൂന്നാമത് നിങ്ങൾ മാറ്റേണ്ട മനോഭാവം. The third attitude you have to change. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഉയരത്തിൽ നിന്ന് മഴ പെയ്യുന്നു, ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ഭൂമിയിൽ പതിക്കുന്നു, ആ മഴയിലൂടെ സസ്യങ്ങൾ വളരുന്നു, ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. അനുഗ്രഹം പ്രാപിക്കുന്നു. കർത്താവ് പറഞ്ഞിങ്ങനെയാണ്, റെസ്പോണ്ട് പ്രോപ്പർലി ടു ഗോഡ്സ് ആക്ഷൻ. ദൈവത്തിന്റെ പ്രവൃത്തിയോട് ദൈവഹിതപ്രകാരം പ്രതികരിക്കുവാൻ നമ്മൾ പഠിക്കണം. ദൈവം നിന്നോട് പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാവരും അനുസരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യേകത, എനിക്ക് ഇഷ്ടമുള്ളത് മാത്രം ചെയ്യും, ഞാൻ അനുസരിക്കും. എനിക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ അനുസരിക്കും. Change this attitude. മഴ പെയ്യുന്നറിയാമോ? ദൈവത്തോട് സംസാരിക്കുന്നറിയാമോ? കൃപ എന്തിനാ പകരുന്നറിയാമോ? നീ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടിയാ. സ്തോത്രം. എനിക്ക് ഇഷ്ടമുള്ളത് മാത്രം ഞാൻ ചെയ്യും. എനിക്ക് സൗകര്യമില്ലാത്തത് ചെയ്യല, ഞാൻ അനുസരിക്കുക. സ്തോത്രം. ചില ദൂതുകൾ പറയുമ്പോൾ പറയുന്നു, അത് എന്നോടല്ല, എന്റെ ഇപ്പോൾ ഇരിക്കുന്ന സഹോദരിയോട്, അത് വേറെ ആരില്ല, നിന്നോട് തന്നെ. അങ്ങനെ ആരും ചിന്തിക്കുന്ന ഓർക്കണം, അത് അവളോട് തന്നെ, അല്ലെ അവളോട് തന്നെ. മഴ പെയ്യുന്നെങ്കിൽ അതിലൂടെ സസ്യങ്ങൾ പുറപ്പെടുവിച്ച് ഫലങ്ങൾ വരുന്നുവെങ്കിൽ ദൈവം നിന്നോട് ഇടപെടുന്ന ഓരോ വചനങ്ങളും, ദൈവത്തിനോട് ഇടപെടുന്ന ഓരോ അനുഭവങ്ങളും, ദൈവത്തിനോട് പറയുന്ന ഓരോ കാര്യങ്ങളും പെർഫെക്റ്റ്ലി അനുസരിക്കുന്നതിനായി നീ മാറണം. എനിക്ക് ഓർപ്പിച്ചിട്ടുണ്ട്, മിലിറ്ററിയിലുള്ള കമാൻഡ്മെന്റ് എന്താണ്? ഫസ്റ്റ് ഒബേ ദെൻ കംപ്ലൈന്റ്. ഇതാണ് മിലിറ്ററിയുടെ ഏറ്റവും വലിയ അർത്ഥവാക്യം. സീനിയർ ഓഫീസർ ഒരു കാര്യം പറഞ്ഞാൽ ഫസ്റ്റ് ഒബേ ദെൻ വി ക്യാൻ കംപ്ലൈന്റ്. അത് തെറ്റായ തീരുമാനമാണെങ്കിൽ പരാതി കൊടുക്കാനുള്ള സെൽ അവിടെ ഉണ്ട്. പക്ഷേ ആത്മീയ ജീവിതത്തിൽ ഒരേ ഒരു അർത്ഥവാക്യമേ ഉള്ളൂ, ഫസ്റ്റ് ഒബേ ദെൻ ഓൾസോ ഒബേ. കംപ്ലൈന്റ് ഇല്ല. കാരണം ഒരിക്കലും തെറ്റായ ഒരു കാര്യം ദൈവം നിന്നോട് പറയുകയില്ല. നമ്മൾ അതിനെ ജസ്റ്റിഫൈ ചെയ്ത് നമ്മൾ അതിനെ എന്റെ ഇഷ്ടപ്രകാരമാക്കി മാറ്റിയാൽ ഫലവുമില്ല, വളർച്ചയുമില്ല, അനുഗ്രഹവുമില്ല.
അതുകൊണ്ടാണ് നിങ്ങളോട് പലപ്പോഴും പരിശുദ്ധൻ പറഞ്ഞുണ്ട്, ഏതെങ്കിലും ഒരു ദൈവദാസൻ, ഏതെങ്കിലും ഒരു സഭ നിങ്ങളോട് പറയുകയാണ്, ഞാൻ പഠിപ്പിക്കുന്ന വചനമാണ് ഫൈനൽ, ഇതിനപ്പുറമായി വചനത്തിന് അർത്ഥമില്ല, ഇതിനപ്പുറമായി ഒരു ടീച്ചിങ് ഇല്ല എന്ന് പറയുന്നെങ്കിൽ ഏറ്റവും വൈശാലികമായ ഇടത്താണ് നിങ്ങൾ നിൽക്കുന്നത്. ഈ ഭൂമിയിൽ ഓരോ മനുഷ്യനും ഈ വചനത്തിന്റെ പൂർണ്ണത ഇന്നുവരെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. Every day we are learning new things from God. സ്തോത്രം. നമ്മൾ പറയാറില്ലേ, എന്റെ അപ്പന്റെ കാലഘട്ടത്തിൽ, എന്റെ അപ്പനപ്പൂടെ കാലഘട്ടത്തിൽ ഇന്ന് വരെ ഞങ്ങൾ ഈ മഹാമാരി കണ്ടിട്ടില്ല, അങ്ങനെ ഒരു കാര്യം കേട്ടിട്ടില്ല, ലോകം മുഴുവൻ വ്യാപിച്ച ലോകം ഇതുവരെ അറിഞ്ഞിട്ടില്ല. The new things are happening in the world the same way. The new things we are studying from God every day. പുതിയ കാര്യങ്ങളോട് പറയുമ്പോൾ, നീ അനുസരിക്കാൻ കർത്താവ് പറയുമ്പോൾ, നിനക്കത് ഉറപ്പ് വരുമ്പോൾ, റെസ്പോണ്ട് അക്കോർഡിംഗ് ടു ദ ഗോഡ്സ് വിൽ. ഇതിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്തത്? ചെയ്യല. എങ്ങനെ വളരും? വെള്ളം മഴ പെയ്യുന്നുണ്ടോ? അത് കുടിക്കുകയില്ല. ചെടി പറയാം, എനിക്ക് വേണ്ട, ഈ വെള്ളം വേണ്ട, ഈ വെള്ളം വേണ്ട. ഈ വെള്ളം കുടിക്കാതെ വളർച്ചയില്ല. അതിനുവേണ്ടി ദൈവം മഴ പെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ ശമൂവേലിനെ വിളിച്ചു, ശമൂവേലേ, ശമൂവേലേ. ശമൂവേൽ പറഞ്ഞു, അടിയനിതാ. He responded to God's calling. 3 തവണ ഏലി വിളിക്കുന്നു. ഏലി പറഞ്ഞു, ഇതല്ല, ഇത് ദൈവത്തിന്റെ ശബ്ദമാ. ഇനി അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ അടിയനിതാ കർത്താവേ എന്ന് വിളിക്കാൻ പറഞ്ഞു. He responded to God's calling. വചനം പറയുന്നു, ആമേൻ, ശമൂവേലിനെ പോലൊരു പ്രവാചകൻ ആ കാലയളവിൽ ജീവിച്ചിട്ടില്ല. ദൈവത്തിന്റെ ശബ്ദത്തിന് മുമ്പിൽ അവൻ പ്രോപ്പറായി റെസ്പോണ്ട് ചെയ്തപ്പോൾ ശമൂവേലിനെ പോലെ പ്രവാചകൻ അന്ന് വരെയും ആ ദേശത്ത് ഉളവായിട്ടില്ല. ദൈവം അബ്രഹാമിനെ വിളിച്ചു, അബ്രഹാമേ, അബ്രഹാമേ. അബ്രഹാം പറഞ്ഞു, അടിയനിതാ. മകനെ യാഗമാക്കുവാൻ കൊണ്ടുപോയത് കൊണ്ട് ഉൽപ്പത്തിയിൽ പറയുന്നു, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. അബ്രഹാം റെസ്പോണ്ട് ചെയ്തു ദൈവ ശബ്ദത്തിന് മുമ്പാകെ. ദൈവനെ ഐശ്വര്യമായി അനുഗ്രഹിച്ചു. യെശയ്യാവിനോട് പറഞ്ഞു, യെശയ്യാവേ, യെശയ്യാവിന്റെ അടിയനിതാ എന്ന് പറഞ്ഞപ്പോൾ, ഇതാ ഞാൻ ആരെനിക്ക് വേണ്ടി പോകും, ആരെ ഞാൻ അയക്കേണ്ടു? യെശയ്യാവ് പറഞ്ഞു, അടിയനിതാ. സ്തോത്രം. അയക്കപ്പെടുന്നവനായ ദൈവീയ ശുശ്രൂഷകനായി ദൈവം യെശയ്യാവിനെ അഭിഷേകം ചെയ്തു. സ്തോത്രം. ആലയത്തിൽ കിടന്ന ബാലനായ ശമൂവേൽ ദേശത്തിന്റെ പ്രവാചകനായി മാറി. ഒരു തലമുറ പോലുമില്ലാതെ കരഞ്ഞുകൊണ്ടിരുന്ന അബ്രഹാം വിശ്വാസിയുടെ പിതാവായി മാറി. ഇന്ന് സ്നാനപ്പെടുന്ന ഒരു ദൈവത്തിന്റെ വിശ്വാസത്തിന്റെ പിതാവായി ദൈവം നിർത്തിയിരിക്കുന്നത് അബ്രഹാമിനെയാണ്. വളർച്ച ആലോചിച്ച് നോക്കിക്കേ. ആദരങ്ങളിൽ അശുദ്ധിയുള്ള പ്രവാചകനായ യെശയ്യാവിനെ അയക്കപ്പെടുന്നവനായി ദൈവം മാറ്റി. When he started responding to God's calling according to God's will. സ്തോത്രം. അതിൽ യെശയ്യാവ് 30-ാം അധ്യായം 20-21 വായിച്ച് പ്രാർത്ഥിക്കാം. യെശയ്യാവ് chapter 30, 20 and 21 നിർത്തി വായിക്കണം. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും കഷ്ടത തന്നാലും ഞെരുക്കത്തിന്റെ വെള്ളവും ഞെരുക്കം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ കണ്ണ്, ശ്രദ്ധിച്ചേ, ഈ വാക്ക് ശ്രദ്ധിക്കണമേ, നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നോക്കി ശ്രദ്ധിക്കണമേ, നിന്റെ കണ്ണ് ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ട് ഇരിക്കും. എന്നർത്ഥം അറിയാമോ? കഷ്ടതയോ ഞെരുക്കമോ പ്രയാസമോ ബുദ്ധിമുട്ടോ എന്ത് വന്നാലും I am waiting to respond to my father's call. എന്റെ കണ്ണും കാതും ശരീരവും എന്റെ പിതാവിനായി കാത്തിരിക്കുകയാണ്. പിന്മാറുകയല്ല, ഓടിപ്പോവുകയല്ല, തള്ളി പറയുകയല്ല, ആമേൻ, ശപിക്കുകയല്ല. അപ്പോഴും എന്റെ കണ്ണും കാതും ഹൃദയവും എന്റെ പിതാവിന്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കുന്നത് കൊണ്ട് വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പുറകിൽ നിന്നും നിനക്ക് ലഭിക്കാൻ പോകുന്ന ദൈവിക ശബ്ദങ്ങൾ, നിനക്ക് ലഭിക്കാൻ പോകുന്ന ദൈവിക പ്രവൃത്തികൾ, നിനക്ക് ലഭിക്കാൻ പോകുന്ന ദൈവിക നന്മകൾ നിന്റെ യഥാർത്ഥ വളർച്ചയിലേക്കും യഥാർത്ഥ അനുഭവത്തിലേക്കും നിന്റെ വിജയകരമായ ഒരു ആത്മീയ അനുഭവത്തിലേക്കും
വളർത്തുന്ന ദൈവം, വളരുന്ന ദൈവം. ഇത് എത്ര മനോഹരം, എത്ര സന്തോഷകരം. ആമേൻ. വിശ്വസിക്കുക, തീരുമാനിക്കുക, അനുസരിക്കുക. 3 മുദ്രാവാക്യങ്ങളാ. ബിലീവ്, ഡിസൈഡ് ആൻഡ് ഒബേ. ഞാൻ വിശ്വസിക്കുന്നു, ദൈവഹിത പ്രകാരം അതോ അത്രത്തോളം ദൈവം എന്നെ വളർത്തും. ഞാൻ തീരുമാനിക്കുന്നു, I will never allow anyone to manipulate. എന്റെ തീരുമാനങ്ങളിൽ വ്യതിചലിക്കുവാൻ ഒരു മനുഷ്യനെ ഞാൻ അനുവദിക്കുകയില്ല. 3ാമത്, I obey all the commandments of God. എനിക്ക് ഇഷ്ടമുള്ളത് മാത്രമല്ല, എനിക്ക് ഇഷ്ടമില്ലാത്തതും ദൈവ ഇഷ്ടമാണെങ്കിൽ ഞാനത് അനുസരിക്കും. ഇത് 3 നീ ചെയ്യാമെങ്കിൽ ഒരു വലിയ പ്രവൃത്തി നിന്റെ ദേശത്തും, ഒരു വലിയ പ്രവൃത്തി നിന്റെ ഭവനത്തിലും, ഒരു വലിയ പ്രവൃത്തി ദൈവസഭയിലും നടക്കും. ഈ ദൂത് മറന്നു പോകരുത്. വിശുദ്ധ സന്തതിയിൽ നിന്ന് പുതുനാമ്പുകൾ ജനിക്കുവാൻ പോകുന്നു. ആമേൻ. നിന്റെ ജോലി സ്ഥലത്തും നിന്റെ കൂടെ സഞ്ചരിക്കുന്നവരോടും സുവിശേഷം അറിയിക്കാനുള്ള വലിയ വ്യഗ്രത നിന്റെ ഉള്ളിലുണ്ടായിരിക്കണം. കാരണം പുതുനാമ്പുകൾ നിന്നോട് ദൈവം ജനിപ്പിക്കുവാൻ പോകുക. ആമേൻ. ദൈവരാജ്യത്തിലേക്ക് ഈ ദിനങ്ങളിൽ അനേക ആത്മാക്കളെ ദൈവം കൊണ്ടുവരാൻ പോകുക. സ്തോത്രം. കണ്ണുകളടയ്ക്കാം. പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ നിൽക്കാം.